ഇസ്രയേലുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ അത്യന്തം അപകടകരമായ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ തങ്ങളുടെ സൈനിക ശേഷി വിളിച്ചോതുന്ന അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ നിർമ്മിക്കപ്പെട്ട കൂറ്റൻ മിസൈൽ നഗരത്തിന്റെ ദൃശ്യങ്ങളാണ് ലബനീസ് പ്രതിരോധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളെയും വ്യോമാക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഭൂഗർഭ ശൃംഖല മേഖലയിലെ യുദ്ധസമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്നതാണ്. പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിച്ച വിശാലമായ തുരങ്കങ്ങളിലൂടെ അത്യാധുനിക മിസൈലുകളും ലോഞ്ചറുകളും വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ ട്രക്കുകൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഒരു വലിയ നഗരത്തിന് സമാനമായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ തുരങ്കങ്ങളിൽ സൈനിക വാഹനങ്ങൾക്കും കമാൻഡർമാർക്കും സുഗമമായി സഞ്ചരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇസ്രായേലിന്റെ അത്യാധുനിക ബോംബറുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലാണ് ഈ മിസൈൽ താവളങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതയും. ആയിരക്കണക്കിന് മിസൈലുകളും അവ തൊടുക്കാൻ സജ്ജമായ വിക്ഷേപണ തറകളും ഈ രഹസ്യ താവളങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. യുദ്ധമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ ഏത് നഗരത്തെയും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വെളിപ്പെടുത്തൽ ഇസ്രായേൽ പ്രതിരോധ സേനയെയും രാഷ്ട്രീയ നേതൃത്വത്തെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. തങ്ങൾ ഒരു ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്ന കൃത്യമായ സന്ദേശമാണ് ഹിസ്ബുള്ള ഇതിലൂടെ നൽകുന്നത്. ഭൂഗർഭ താവളങ്ങൾക്കൊപ്പം ഹിസ്ബുള്ളയുടെ പക്കലുള്ള അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ഫൈബർ ഒപ്റ്റിക് ഗൈഡഡ് ഡ്രോണുകളാണ് ഇപ്പോൾ ഇസ്രായേലിന് വലിയ ഭീഷണിയാകുന്നത്. സാധാരണ റേഡിയോ തരംഗങ്ങൾക്ക് പകരം നേർത്ത ഫൈബർ കേബിളുകൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന ഇത്തരം ഡ്രോണുകളെ ജാമിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനാവില്ല. ഇത് ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ കവചങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഹിസ്ബുള്ളയുടെ ഈ മിന്നൽ നീക്കത്തിന് പിന്നിൽ ഇറാന്റെ ശക്തമായ പിന്തുണയുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ലബനീസ് പ്രതിരോധ ഗ്രൂപ്പിന്റെ പോരാട്ട വീര്യത്തെ ഇറാൻ ഭരണകൂടം പരസ്യമായി പ്രശംസിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ നയിക്കുന്ന പ്രതിരോധ അച്ചുതണ്ടിന്റെ ഏറ്റവും കരുത്തുറ്റ കണ്ണിയായി ഹിസ്ബുള്ള മാറിയിരിക്കുന്നു. ഇറാന്റെ അത്യാധുനിക മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ടെന്നത് ഇസ്രയേലിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങളെക്കുറിച്ചും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ നഗരങ്ങളിൽ സജ്ജമാണ്. മുൻപൊരിക്കലും നേരിടാത്ത വിധത്തിലുള്ള ഒരു വൻ പ്രത്യാക്രമണത്തിനാണ് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നത്. ഇത് വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിലെ ദൃശ്യങ്ങൾ മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. തങ്ങളുടെ സൈനിക ശേഷി പ്രദർശിപ്പിക്കുക വഴി ഇസ്രയേൽ സൈനികരിലും ജനങ്ങളിലും ഭീതി വിതയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഭൂമിക്കടിയിലെ ഈ പടുകൂറ്റൻ സൈനിക തന്ത്രം എങ്ങനെ തകർക്കുമെന്നത് ഇസ്രയേൽ സൈനിക വിദഗ്ധർക്ക് മുന്നിലെ വലിയ ചോദ്യചിഹ്നമാണ്. പതിറ്റാണ്ടുകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഹിസ്ബുള്ള ഇത്തരമൊരു സംവിധാനം കെട്ടിപ്പടുത്തത്. അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ ഏറ്റുമുട്ടലുകൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഇസ്രയേലിലെ പല സെറ്റിൽമെന്റുകളും ഹിസ്ബുള്ളയുടെ നിരന്തരമായ റോക്കറ്റ് ആക്രമണങ്ങളെ തുടർന്ന് വിജനമായിരിക്കുന്നു. ഇതിനു മറുപടിയായി ലബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ സംഘർഷം വഷളാക്കുകയാണ്. എന്നാൽ ഭൂഗർഭ താവളങ്ങൾ ഉള്ളിടത്തോളം കാലം ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളെ തകർക്കുക ഇസ്രയേലിന് എളുപ്പമല്ല. അറേബ്യൻ പർവ്വതനിരകൾക്കുള്ളിലെ ഈ മിസൈൽ നഗരം ഇറാന്റെ സിഗ്നൽ ലഭിക്കുന്നതോടെ ഏത് നിമിഷവും സജീവമാകും. ഇറാന്റെ സൈനിക ഉപദേശകരും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏകോപനം മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഹിസ്ബുള്ള തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറല്ല. മറിച്ച് തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾ പലപ്പോഴും ലബനന്റെ ഉപരിതലത്തിലുള്ള ലക്ഷ്യങ്ങളെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ളയുടെ യഥാർത്ഥ കരുത്ത് ഈ മിസൈൽ നഗരങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇത്തരം താവളങ്ങളിൽ നിന്ന് മിസൈലുകൾ തൊടുക്കുന്നത് തടയാൻ ഇസ്രായേലിന് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്.
ലബനനും ഇസ്രയേലും തമ്മിലുള്ള ഒരു പൂർണ്ണ യുദ്ധം മിഡിൽ ഈസ്റ്റിനെ ആകെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ലബനിലെ സാധാരണ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും ലോകരാജ്യങ്ങൾ ആശങ്കാകുലരാണ്. എന്നാൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുക എന്നത് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരേയൊരു വഴിയാണ്. ഹിസ്ബുള്ളയുടെ പക്കലുള്ള ലേസർ ഗൈഡഡ് മിസൈലുകളെക്കുറിച്ചും വീഡിയോയിൽ സൂചനകളുണ്ട്. കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ള ഇത്തരം ആയുധങ്ങൾ ഇസ്രയേലിന്റെ സൈനിക ക്യാമ്പുകളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും ലക്ഷ്യം വെക്കാൻ പോകുന്നതാണ്. ആധുനിക യുദ്ധതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഹിസ്ബുള്ള സ്വായത്തമാക്കി കഴിഞ്ഞുവെന്ന് ഈ വീഡിയോ തെളിയിക്കുന്നു. ഹിസ്ബുള്ളയുടെ പോരാളികൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക പരിശീലനവും ശ്രദ്ധേയമാണ്. ഇടുങ്ങിയ തുരങ്കങ്ങളിലും ഭൂഗർഭ താവളങ്ങളിലും എങ്ങനെ ഫലപ്രദമായി യുദ്ധം ചെയ്യാം എന്നതിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഒരു വലിയ സൈന്യത്തെ പോലെ ചിട്ടയായ രീതിയിലാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത്. ഇതവരെ ഒരു സാധാരണ തീവ്രവാദ ഗ്രൂപ്പിനേക്കാൾ ഉപരി ഒരു സംഘടിത സൈനിക ശക്തിയാക്കി മാറ്റുന്നു. ലബനീസ് അതിർത്തിയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിന്റെ പ്രായോഗിക തെളിവാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ. ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ ചർച്ചകളിൽ ഈ വീഡിയോ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വടക്കൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ സൈനിക യൂണിറ്റുകളെ വിന്യസിക്കാൻ ഇസ്രയേൽ നിർബന്ധിതരായിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ലബനിലേക്ക് കൂടി വ്യാപിച്ചാൽ അത് സിറിയയെയും ഇറാഖിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഒന്നിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചാൽ അത് വലിയൊരു പ്രാദേശിക യുദ്ധമായി മാറും. ഹിസ്ബുള്ളയുടെ മിസൈൽ സിറ്റി അത്തരമൊരു യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കും. ഓരോ തുരങ്കവും ഓരോ യുദ്ധമുഖമായാണ് ഹിസ്ബുള്ള സജ്ജീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഈ ഭൂഗർഭ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഹിസ്ബുള്ളയുടെ പക്കലുള്ള ആയുധങ്ങളുടെ അളവും ഗുണനിലവാരവും അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഉപരോധങ്ങൾക്കിടയിലും ഇത്ര വലിയൊരു സൈനിക ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കെട്ടിപ്പടുത്തു എന്നത് അവരെ അത്ഭുതപ്പെടുത്തുന്നു. ഇറാന്റെ സാമ്പത്തിക സാങ്കേതിക സഹായമാണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് വ്യക്തമാണ്. ഹിസ്ബുള്ളയുടെ മിസൈലുകൾക്ക് ഇസ്രായേലിന്റെ മധ്യഭാഗത്തുള്ള വിമാനത്താവളങ്ങളെയും തുറമുഖങ്ങളെയും ലക്ഷ്യം വെക്കാൻ കഴിയും. ഇത് ഇസ്രായേലിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ സ്തംഭിപ്പിക്കാൻ പോകുന്നതാണ്. സൈനികമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇസ്രയേലിന് വലിയ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഈ വീഡിയോ നൽകുന്നത്. ഹിസ്ബുള്ളയുടെ മിസൈൽ നഗരം വെറുമൊരു കെട്ടുകഥയല്ലെന്നും അതൊരു കടുത്ത യാഥാർത്ഥ്യമാണെന്നും ലോകം ഇപ്പോൾ തിരിച്ചറിയുന്നു. ലബനിലെ രാഷ്ട്രീയ സാഹചര്യവും ഈ സംഘർഷങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചത് ആഭ്യന്തരമായ ചില തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇസ്രയേലിന്റെ കടന്നാക്രമണങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ഏക ശക്തി ഹിസ്ബുള്ളയാണെന്ന് പലരും വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യയുടെ ഭാവി ഇപ്പോൾ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹിസ്ബുള്ളയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കും. ഇസ്രയേൽ തിരിച്ചടിക്കാനൊരുങ്ങിയാൽ അത് ഭൂഗർഭ നഗരങ്ങളിൽ നിന്നുള്ള മിസൈൽ മഴയ്ക്ക് കാരണമാകും. ഈ യുദ്ധസന്നാഹങ്ങൾക്കിടയിൽ സമാധാനത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഹിസ്ബുള്ളയുടെ മിസൈൽ നഗരം പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ്. അത്യാധുനിക ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഭൂഗർഭ താവളങ്ങളും ചേർന്ന് ഇസ്രയേലിന് മുന്നിൽ വലിയൊരു പ്രതിരോധ മതിലായി ഹിസ്ബുള്ള നിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ സംഘർഷം എങ്ങോട്ട് നീങ്ങുമെന്ന് ലോകം അതീവ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകൾ പരാജയപ്പെട്ടാൽ ഒരു വലിയ സ്ഫോടനത്തിനാകും പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുക.